ന്യൂസിലാൻഡിൽ പാസ്പോർട്ട് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരയായി മാറിയിരിക്കുകയാണ് മലയാളിയായ ആൻസി ജോസ്. ന്യൂസിലാൻഡിലെ പാമസ്റ്റൺ നോർത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഡയാന ജെയിംസിന്റെ മാതാവാണ് ആൻസി ജോസ്. ന്യൂസിലാൻഡിൽ പാസ്പോർട്ട് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരയായിരിക്കുകയാണ് ആൻസി. എൻ്റെ പേര് ആൻസി ജോസ് എന്നാണ്. ഞാനിവിടെ ന്യൂസിലൻഡിൽ കഴിഞ്ഞ ജനുവരി മാസം ഇവിടെ വന്നതാണ്. അപ്പം 6 മാസമായപ്പോൾ എൻ്റെ പാസ്പോർട്ട് പുതുക്കുന്നതിൻ്റെ സമയമായി. അപ്പം അങ്ങനെ എൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി കൊടുത്തത്. അപ്പം ഞാനിവിടെ ന്യൂസിലൻഡിൽ പാംസ്റ്റൺ നോർത്ത് എന്ന സ്ഥലത്താണ് താമസിക്കാൻ വന്നിരിക്കുന്നത്. എൻ്റെ മകള് ഡയന ജോസ്, ഹസ്ബൻഡ് ജെയിംസ്, ഇവരുടെ അടുത്ത് വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ പാസ്പോർട്ട് പുതുക്കുന്നതിന് വേണ്ടി സമയമായത്. അങ്ങനെ ഞാൻ പാസ്പോർട്ട് പുതുക്കുന്നതിന് വേണ്ടി വെല്ലിംഗ്ടണിൽ കൊണ്ട് കൊടുത്തു. അപ്പം അവിടെ വെച്ചാണ് പാസ്പോർട്ട് പുതുക്കി വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് അവരെന്നെ എംബസിയിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോഴേ അവിടെ ഇങ്ങോട്ട് വരുമെന്നാണ് ആദ്യമേ പറഞ്ഞിരുന്നത്. പക്ഷേ ലാസ്റ്റ് ഇവരെന്നെ അവിടെ ചെന്ന് പാസ്പോർട്ട് മേടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഈ പാസ്പോർട്ടിൻ്റെ ആദ്യമായിട്ട് തരുന്ന വ്യക്തി ഞാനാണെന്ന്. ന്യൂസിലാൻഡിൽ വിസിറ്റിംഗ് വിസയിൽ കഴിയുന്ന ആൻസി തന്റെ കാലാവധി കഴിയാറായ പാസ്പോർട്ട് പുതുക്കുന്നതിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുമ്പോഴാണ് ഹൈക്കമ്മീഷണർ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചതെന്നും ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമായതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും ആൻസി മലയാളി കാഴ്ചയോട് പറഞ്ഞു. ആദ്യത്തെ ഇന്ത്യൻ പാസ്പോർട്ട് എനിക്ക് കിട്ടി. വെല്ലിംഗ്ടൺ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നീത പുരുഷന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ പാസ്പോർട്ട് സ്വീകരിച്ചത്. അങ്ങനെ ന്യൂസിലൻഡിൽ വന്നതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ഈ പാസ്പോർട്ട് നേടാൻ സാധിച്ചു. അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ഈ പാസ്പോർട്ട് കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ ഇതിന് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ സാധിച്ചു. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.